എന്റെ ഈ ഐസ് വാളിനെ പോലും നീ തകർത്തു അല്ലേ? എന്നാലിപ്പോ നോക്കാം എന്റെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് നീ എങ്ങനെയാണ് പുറത്തു വരുന്നുവെന്ന്. ഇത്രയും വലിയ ഐസ് ബോളിനെ എനിക്ക് കിക്ക് ചെയ്ത് തകർക്കാൻ പറ്റില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തണം. മറ്റൊരു കാര്യമുണ്ട്, എവിടെ ട്രിക്ക് വർക്ക്ഔട്ട് ആവുന്നോ അവിടെ കിക്കിന്റെ ആവശ്യമില്ല. ഈ ചക്രവ്യൂഹം തകർത്തെറിഞ്ഞ് പുറത്തേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ സ്ഥലം ഭയങ്കര തണുപ്പാണല്ലോ. ടംബു അണ്ണ, എത്രയും വേഗം സൺസിറ്റിയിലേക്ക് ചെല്ലൂ. എങ്കിൽ മാത്രമേ പ്ലാറ്റിനം കോയിൻ കൊണ്ട് നിറച്ച ഈ ട്രക്ക് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് മിസ്റ്റർ ആൻഡ്രയുടെ അടുത്ത് കൊണ്ടുപോയി ചേർക്കാൻ പറ്റൂ. കാരണം ഇത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അല്ലേ? ഡോണ്ട് വെറി മേയറേ, നമ്മുടെ പുറകെ കാവലിനായിട്ട് ഡിറ്റക്റ്റീവ് ചട്ട്പറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിക്കുറുമ്പുകൾ ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ചട്ടമ്പി എന്ന് പറയും. ആരെങ്കിലും പ്രൊട്ടക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവര് ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. സാറേ, എന്തൊരു പഞ്ച ഡയലോഗാ പറഞ്ഞത്. ഞാൻ ഇതൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അയ്യോ മേയർ സാറ്, എത്ര ആലോചിച്ചിട്ടും എനിക്കിതിനെ കുറിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. മിസ്റ്റർ ആൻഡ്രേ നമ്മുടെ ഈ സൺസിറ്റിയിലും വെച്ച് ഏറ്റവും വലിയ പണക്കാരനാ അയാള്. അങ്ങനെ ഉള്ളപ്പോ ഇത്രക്ക് പ്ലാറ്റിനം കോയിൻസ് വെച്ച് അയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? പ്ലാറ്റിനം വളരെ കോസ്റ്റ്ലി ആയ ഒരു സാധനമാണ്. അതുപോലെ അത് വളരെ റയറുമായ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരുപാട് പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ സ്റ്റാച്യൂസ് എക്സെട്രാ എക്സെട്രാ. പിന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന അവസാനത്തെ ഡെലിവറി ഈ പ്ലാറ്റിനം കോയിൻസ് ആണ്. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചും സംരക്ഷിച്ചും മിസ്റ്റർ ആൻഡ്രയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. ഐസ് വെരി നൈസ്. പ്ലാറ്റിനത്തിന് ഈ ഐസി തീർച്ചയായും സ്വന്തമാക്കിയിരിക്കും. എന്റെ ദൈവമേ, വീണ്ടും നിന്റെ R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ടെൻഷൻ കാരണം വിശപ്പൽപ്പം കൂടിപ്പോയി. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡേഞ്ചർ. R7 ആ ദിക്കിന്ന സിഗ്നൽ കാണിക്കുന്നേ. ഞാനിപ്പോ ഉടനെ തന്നെ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ആ ഡയറക്ഷനിലേക്ക് ചെല്ലേ. തീർച്ചയായിട്ടും അവിടെ എന്തോ അപകടം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കേ ബഡി കീക്കോ. ഈ ഐസ് കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജ് പെട്ടെന്ന് എവിടുന്ന വന്നത്? ടെമ്പോ അണ്ണ, വേഗം ബ്രേക്ക് ചവിട്ട്. സൂക്ഷിച്ചു വേണം. ഈ ഐസിൽ ബ്രേക്ക് അടിച്ചാലും വണ്ടി നിൽക്കില്ല സാറേ.
അയ്യോ എടോ, താൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ഏരിയ മൊത്തം കുൽഫിയായി പോയല്ലോ. എല്ലായിടത്തും മാറ്റിടോ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഞാനത് എടുത്തോണ്ട് പോവും. ഞാനാണ് ഐസി. ഈ ഐസിയെ ജയിക്കാൻ ആർക്കും കഴിയില്ല. പ്ലാറ്റിനം എനിക്കുള്ളതാണ്. ഐസി സ്പൈസി. ഇനി നിങ്ങൾ എല്ലാവരും മരവിച്ച ഐസ് ശില്പമായി മാറും. അപ്പൊ നമുക്ക് പിന്നെ കാണാം. അത് കണ്ടോ, ആരോ ആ ട്രക്കിൽ നിന്ന് കൊള്ളയടിക്കുന്നുണ്ട്. സൂപ്പർ സ്പീഡോ, വേഗം അവനെ തടഞ്ഞു നിർത്തണം. ഓക്കേ കിക്കോ. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ഈ ട്രക്കിൽ നിന്ന് കൊള്ളയടിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ആ കോയിൻസ് എല്ലാം തിരിച്ചു കൊടുത്തിട്ട് തെറ്റ് ശരിയാക്കി മാറ്റൂ. ആണോ? ഞാനത് തിരിച്ചു കൊടുക്കണോ? ശരി, വാങ്ങിച്ചോ. ഇന്നാ പിടിച്ചോ. ഇതാ നിന്റെ കോയിൻസ്. നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് ടോഫി വാങ്ങിച്ച് കഴിക്ക്. മോഷ്ടിക്കുന്നവരെ ഞാൻ ഒരിക്കലും വിട്ടുവയ്ക്കാറില്ല. ചിരിക്ക്. എല്ലാവരും നല്ലോണം ചിരിക്ക്. സൂപ്പർ സ്പീഡോ, ആ ഐസി സ്പൈസി നിന്നെ ചേർത്ത് ഫ്രീസ് ചെയ്ത് കളഞ്ഞല്ലോ. അവന്റെ കഥ ഇതോടെ തീർന്നു. അടുത്തതായി നിന്നെയാണ് ഞാൻ ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 47 അപ്ലൈ ചെയ്യ്. എന്നിട്ട് ആ ഐസ് ബ്രേക്ക് ചെയ്ത് നീ പുറത്തേക്ക് വന്നേക്ക്. അതുവരെ ഞാൻ ഐസി സ്പൈസിയെ ഫോളോ ചെയ്യാം. ഓക്കേ കിക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 47. ഞാൻ എന്റെ അൾട്രാ ഹീറ്റഡ് UV റേസ് ഉപയോഗിച്ച് മുകളിലുള്ള ബസ് താഴേക്ക് കൊണ്ടുവന്നേക്കാം. എന്നിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കാം. ഓഹോ, ഈ ചെറുക്കൻ അത്ര പെട്ടെന്നൊന്നും എന്നെ വിട്ട് പോകില്ലെന്നാ തോന്നുന്നേ. അവനെ തടഞ്ഞു നിർത്താൻ ഐസ് കൊണ്ടൊരു ചുവരുണ്ടാക്കിയേ മതിയാകൂ. ഐസി ഐസ്, സോ നൈസ്. പ്ലാറ്റിനം അടിച്ചു മാറ്റുന്നത് ഈ ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. എന്റെ ഈ ഐസ് വാളിനെ പോലും നീ തകർത്തു അല്ലേ? എന്നാൽ ഇപ്പൊ നോക്കാം എന്റെ ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് നീ എങ്ങനെയാണ് പുറത്തു വരുന്നുവെന്ന്. ഇത്രയും വലിയ ഐസ് ബോളിനെ എനിക്ക് കിക്ക് ചെയ്ത് തകർക്കാൻ പറ്റില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തണം. മറ്റൊരു കാര്യമുണ്ട്, എവിടെ ട്രിക്ക് വർക്ക്ഔട്ട് ആവുന്നോ അവിടെ കിക്കിന്റെ ആവശ്യമില്ല. ഈ ചക്രവ്യൂഹം തകർത്തെറിഞ്ഞ് പുറത്തേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എല്ലാം ഞാൻ വെള്ള നിറത്തിൽ മാറ്റിയെടുക്കും. അതാണ് ഐസി സ്പൈസിയുടെ പവർ. പേടിക്കണ്ട കീക്കോ, ഞാൻ ഇപ്പൊ തന്നെ എന്റെ അൾട്രാ വയലറ്റ് ഹീറ്റഡ് റേസ് കൊണ്ട് നിന്റെ ഐസ് തകർത്തേക്കാം. നീ പഴയതുപോലെ നോർമൽ ആവും. Hey buddy Kiko, are you okay? താങ്ക് യു സൂപ്പർ സ്പീഡോ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കൂട്ടുകാര് അവന്മാരെല്ലാവരെയും ഞാൻ ഐസിൽ നിന്ന് ഫ്രീസ് ആക്കി കഴിഞ്ഞു. ഗുഡ് ജോബ് സൂപ്പർ സ്പീഡോ.
ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല നമ്പർ 138 അപ്ലൈ ചെയ്ത് ആ ഐസി സ്പൈസിയെ ഫോളോ ചെയ്യേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 138. എന്റെ അൾട്രാ ഹീറ്റഡ് UV റൈസ് ഉള്ളത് കൊണ്ട് ഐസി സ്പേസിലെ ഐസ് കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് വളരെ ഹീറ്റായി എന്തോ ഒരു കവറിംഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ ഐസ് ഒക്കെ ഇമീഡിയറ്റ് ആയിട്ട് മെൽറ്റ് ആയി പോകുന്നത്. സാരമില്ല, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളുടെ കഥ അവസാനിപ്പിക്കാൻ എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന അറ്റാക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. പമ്പരം പോലെ കിടന്ന് കറങ്ങാൻ പോവുക. സൺഡേ, സാറ്റർഡേ, സൺഡേ. സ്പീഡോ, വേഗം ബ്രേക്ക് അപ്ലൈ ചെയ്യേ. ഐസ്, ഐസ്, വെരി നൈസ്. പ്ലാറ്റിനത്തെ കൊള്ളയടിക്കുന്നത് ഈ ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. കീക്കോ, എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള ഐഡിയ ആലോചിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലൂപ്പിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 68. കലക്കി കീക്കോ, നിന്റെ ഐഡിയ ഏതായാലും കൊള്ളാം. ആക്ടിവേറ്റിംഗ് ഫോർമുല 68. പക്ഷേ ആ ഐസി സ്പൈസി ഈ ഗ്യാപ്പിൽ എങ്ങോട്ടാ ഓടിപ്പോയത്? ഡോണ്ട് വറി കീക്കോ, എത്രയും പെട്ടെന്ന് അവൻ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. ഐസി സ്പൈസിയെ തോൽപ്പിക്കണമെങ്കിൽ അതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. പ്രയാസത്തിലും പ്രയാസം, വളരെ വളരെ വലിയ പ്രയാസം. പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാനൊരു അല്പം മഷ്റൂം കഴിച്ചോട്ടെ, എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഷടാ, ഇതിലൊരു പ്രയാസവും ഇല്ലെന്നേ. ഒരു കാര്യം അറിയോ, ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഐസ് റെഡിയാക്കി കൊണ്ടുവരുന്നവനെ എടുത്തിട്ട് പെരുമാറി ഗുൾഫിയാക്കി മാറ്റി. അന്ന് മുതൽ അവൻ ഓരോ സ്റ്റേറ്റ് ആയിട്ട് ചെന്ന് ഗുൾഫി വിൽക്കുകയാണ്. കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? പിന്നല്ലാതെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഇപ്പോൾ മഴ പോലെ ഗുൾഫി വന്ന് വീഴട്ടെ. എന്നെ വെച്ച് ഭയങ്കര തണുപ്പാണല്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞെല്ലാം പച്ച കള്ളമല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞ ഒരു കള്ളം കാരണം നമുക്ക് ഇത്രയും ഗുൽഫി ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുക. റോഡ് മൊത്തം കണ്ണാടി പോലെ ഐസ് കൊണ്ടുണ്ടാക്കി കളിപ്പിക്കുക. സാറപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ ഐസി സ്പൈസി ആൻഡ്രയുടെ കയ്യിലുള്ള പ്ലാറ്റിനം അടിച്ചു മാറ്റാൻ തീർച്ചയായും വരുമെന്ന്. കാരണം പ്ലാറ്റിനം ടിക്കി സുക്കി അതിന്റെ സേഫ്റ്റിക്കുള്ള ചാർജ് മിസ്റ്റർ ആൻഡ്രിയ എനിക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യാ? മമ്മി, രക്ഷിക്കണേ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട അങ്കിൾ. ഈ ടോണിയുടെ പഞ്ചിന് മുന്നിൽ വലിയ വലിയ ഐസി സ്പൈസി ഒക്കെ ഫ്രീസായി നിന്നിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടല്ലോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. കൊച്ചു പിള്ളേരെ പട്ടം പറത്തി കളിക്കുന്നത് പോലെ അതുപോലെ ഇപ്പോൾ ടോണി ബോസ് ഏതൊരു കാര്യത്തിനെയും അടിച്ച് പറപ്പിക്കും. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഞാൻ ചെന്ന് ആൻഡ്രിയ അങ്കിളിനെ കണ്ടിട്ട് വരാം. എങ്കിലേ ഐസി സ്പൈസിയുടെ അടുത്ത അറ്റാക്ക് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയൂ. എന്റെ ദൈവമേ, ഇത് വീടാണോ അതോ കൊട്ടാരമോ? ഞാനെന്തെങ്കിലും കഴിക്കട്ടെ. ആൻഡ്രിയ അങ്കിൾ ഉണ്ടല്ലോ, അയാളെ കുറിച്ച് രണ്ടു വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ റിച്ച് ആണ്. എന്റെ ദൈവമേ, ഒരുപാട് മെഡൽസ് ഉണ്ടല്ലോ. ആന്റി അങ്കിൾ ഒരു കാലത്ത് സൂപ്പർ ഷൂട്ടർ ആയിരുന്നു. ഈ പ്രൈസസ് എല്ലാം അദ്ദേഹം ഷൂട്ടിംഗ് കോമ്പറ്റീഷന് ജയിച്ചു വാങ്ങിയതാണ്. ഇതാ മിസ്റ്റർ ആൻഡ്രേ, ഈ ഇൻഷുറൻസ് പേപ്പറിൽ സൈൻ ചെയ്തേക്കൂ. അടുത്ത മാസം നിങ്ങളുടെ ഇൻഷുറൻസിന്റെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. സോറി ആൻഡ്രിയ അങ്കിൾ, എനിക്ക് നിങ്ങളുടെ പ്ലാറ്റിനം കോയിൻസിനെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ കിക്കോ, അവൻ ആളൊരു പെരുങ്കളനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ലില്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്കിളിന്റെ കയ്യിൽ പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളുണ്ടോ? അതെ അതെ ഉണ്ട്, ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്.
അതെല്ലാം എന്റെ കമ്പനിയുടെ സേഫ് ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പേടിക്കുന്നത് ഇപ്പോ ആ കൊള്ളക്കാരൻ ഇങ്ങോട്ട് വന്ന് എന്റെ എല്ലാ കോയിൻസും പ്ലാറ്റിനം അങ്ങ് അടിച്ചുകൊണ്ട് പോയില്ലേ, അതുപോലെ അവൻ വീണ്ടും വന്ന് എന്റെ പ്ലാറ്റിനം ശില്പങ്ങൾ കൊണ്ടുപോയാലോ? ഒരു കാര്യം അറിയാമോ കിക്കോ, എന്റെ കയ്യിൽ ഒരുപാട് പ്ലാറ്റിനം കോയിൻസ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഇപ്പൊ ഒരെണ്ണം പോലും ഇല്ല. ആ ഐസി സ്പൈസി എല്ലാത്തെയും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുക. പക്ഷേ മിസ്റ്റർ ആൻഡ്രേ, വലിയ രീതിയിലുള്ള നഷ്ടം ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാ? മിസ്റ്റർ ആൻഡ്രേ തന്റെ എല്ലാ പ്ലാറ്റിനം പ്രോപ്പർട്ടിക്കും ചേർത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ കമ്പനി അദ്ദേഹത്തിന്റെ നഷ്ടത്തിന് ഒരു റിട്ടേൺസ് കൊടുത്തേ പറ്റൂ. ഒരുപക്ഷെ ആ പ്ലാറ്റിനം സ്റ്റാച്യൂസ് ഇതുപോലെ അടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതോടെ ഞങ്ങളുടെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. വരൂ, ഞാൻ നിങ്ങളെ സെൻഡ് ഓഫ് ചെയ്തിട്ട് വന്നേക്കാം. വെരി നൈസ്. പ്ലാറ്റിനം കൊള്ളയടിക്കുന്നത് ഈ ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. ഐസി സ്പൈസി പറന്ന് പറന്നൊരു റൗണ്ട് പോയിട്ട് വരാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 60 അപ്ലൈ ചെയ്യേ. ഓക്കേ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 60. നീ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നു. എന്നാൽ നീ ഇപ്പോൾ ചെയ്ത തെറ്റിനുള്ള ഈ ശിക്ഷയുണ്ടല്ലോ, മുഴുവൻ സൺ സിറ്റിയും അനുഭവിക്കാൻ പോവുകയാണ്. വെരി നൈസ്. പ്ലാറ്റിനം കൊള്ളയടിക്കുന്നത് ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്. സൂപ്പർ സ്പീഡോ എന്റെ കൂട്ടുകാരെ എല്ലാം ഡീപ് ഫ്രീസ് ചെയ്തിട്ട് പോകാം. ഓക്കേ കിക്കോ. കിക്കോ, ഐസിലിന്റെ ടയർ സ്ലിപ്പ് ആവുകയാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 147 അപ്ലൈ ചെയ്യേ. ഓക്കേ, ആക്ടിവേറ്റിംഗ് ഫോർമുല 147. സൂക്ഷിച്ചു പോ സൂപ്പർ സ്പീഡോ. സൂപ്പർ സ്പീഡോ നിന്റെ അൾട്രാ ഹീറ്റഡ് യുവി റേസ് ഐസിനെ ചിന്ന ഭിന്നമാക്കുകയാണ്. നമ്മളും അതിൽ ചെന്ന് കുടുങ്ങുന്ന തോന്നുന്നേ. യുവി റേസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യേ. കിക്കോ, യുവി റേസിന്റെ മോഡ് ഞാൻ ക്ലോസ് ചെയ്തേക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 169. ആക്ടിവേറ്റിംഗ് ഫോർമുല 169. എന്റെ കയ്യിൽ നിന്നും അടി വാങ്ങാതെ ഈ സൂപ്പർ സ്പീഡ് ഒരിക്കലും പിൻവാങ്ങില്ലെന്നാ തോന്നുന്നത്. കിക്കോ, ഐസിയുടെ ഈ പഞ്ച് എനിക്ക് വലിയ രീതിയിൽ ഡാമേജ് ഏർപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ അങ്ങ് പോയാൽ അടുത്ത 4-5 അറ്റാക്കിൽ എന്റെ സിസ്റ്റം ടോട്ടലി ഹാങ് ആവും എന്നാണ് തോന്നുന്നത്. ശരി സൂപ്പർ സ്പീഡോ, ഐസി സ്പൈസിയുടെ വാഗനൽ കണക്ട് ആയിരിക്കുന്ന ആ ടെന്റാക്കിൾ അങ്ങ് കട്ട് ചെയ്തേക്ക്. ഫോർമുല നമ്പർ 275 അപ്ലൈ ചെയ്യേ. ആ, ഐസി സ്പൈസി ഈ ഫയർ സർക്കിളിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുന്നെന്ന് നമുക്ക് നോക്കാം. വെരി നൈസ്. പ്ലാറ്റിനം കൊള്ളയടിക്കുന്ന കാര്യത്തിൽ അത് ഐസി സ്പൈസിയുടെ ചോയ്സ് ആണ്.
ഇനി ഒരിക്കലും അവനെ വിട്ടുവെക്കാൻ പാടില്ല. ശരിക്കും ഈ ഐസി സ്പൈസി ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ ഐസി സ്പൈസി മറ്റാരുമല്ല, ആൻഡ്രിയ തന്നെയാണ്. ഇയാളുടെ സ്വന്തം പ്ലാറ്റിനം ഇയാൾ തന്നെ മോഷ്ടിച്ചോണ്ടിരിക്കുക. സെറ്റപ്പും ഗെറ്റപ്പും എല്ലാം മാറ്റി കൊള്ളയടിക്കുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എന്തായി പറഞ്ഞത്? സാരപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കിക്കോ. ഈ കാര്യം നിനക്ക് എപ്പോഴാ എങ്ങനെയാണ് മനസ്സിലായത് ആൻഡ്രിയാണ് ഐസി സ്പൈസി എന്ന്? ഞാൻ ആൻഡ്രിയെ കാണാനായി വീട്ടിലേക്ക് ചെന്നിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അയാൾ ഒരു കാലത്ത് ബെസ്റ്റ് ഷൂട്ടർ ആയിരുന്നു. അയാൾ അങ്ങനെ വിജയിച്ചു വാങ്ങിച്ച ഒരുപാട് ട്രോഫീസും മെഡൽസും ഞാൻ കണ്ടു. ഐസി സ്പൈസിയുടെ ടാർഗറ്റ് പോലും വളരെ നന്നായിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടു ആൻഡ്രിയയും ലെഫ്റ്റ് ഹാൻഡിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഐസി സ്പൈസിയും എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് ഹാൻഡിലാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് അയാളോട് സംശയം തോന്നിയതാ. അയാളുടെ ഇത്രയധികം പ്ലാറ്റിനംസ് മോഷണം പോയതിനു ശേഷവും അയാൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എന്റെ സംശയം എപ്പോഴാണ് ക്ലിയർ ആയെന്ന് ചോദിച്ചാ ആൻഡ്രിയയുടെ പോക്കറ്റിൽ നിന്ന് പുറത്തു വന്ന് വീണ ഈ കോയിൻ കണ്ടതിന് ശേഷമാ. ആൻഡ്രിയ എന്നോട് പറഞ്ഞത് കള്ളന്മാർ എല്ലാ കോയിൻസും അടിച്ചോണ്ട് പോയിന്നാ. എന്നാ പിന്നെ ഈ കോയിൻ മാത്രം അയാൾക്ക് എവിടുന്ന് കിട്ടി? അതിനുശേഷം ഞാനും സൂപ്പർ സ്പീഡോയും അയാളെ വാച്ച് ചെയ്തോണ്ടേയിരുന്നു. അവസാനം അയാളെ പിടിക്കേണ്ട വിധത്തിൽ പിടിച്ചു. അയ്യോ, എന്ന് വെച്ചാ മിസ്റ്റർ ആൻഡ്രേ ഐസി സ്പൈസി ആയി മാറിയിട്ട് തനിക്ക് സ്വന്തമായ പ്ലാറ്റിനം അയാൾ തന്നെ എന്തിനാ മോഷ്ടിച്ചത്? കാരണം മോഷണം പോയി എന്ന് പറഞ്ഞ അയാൾക്ക് ആ പ്ലാറ്റിനത്തിന് പകരം ഇൻഷുറൻസ് കിട്ടില്ലേ? അതായത് ഒരു കല്ലിൽ 2 മാങ്ങ. മാങ്ങയോ മാമ്പഴമോ? പേര് കേട്ടപ്പോ എന്റെ വായി കപ്പലോടുന്നു. ഞാനൊരു മാംഗോ കാൻഡി കഴിച്ചോട്ടെ. ഇത് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൂടെ ചാടി ചാടി വേണം പോവാൻ. ഇത് 11,000 kVയുടെ ലേസർ ബീം ആണല്ലോ. അറിഞ്ഞോ അറിയാതെയോ ഇതിൽ തൊട്ടാൽ പിന്നെ തീർന്നു. ഇലക്ട്രിസിറ്റി ഷോക്ക് ഏൽക്കും. വളരെ ശ്രദ്ധിച്ചു വേണം മൂവ് ചെയ്യാൻ. അത് മൂവ്മെന്റ് സെൻസർ ആണല്ലോ. ഒരു ചെറിയ അനക്കം കണ്ടാൽ അതും മൂവ്മെന്റ് കാണിക്കും. എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സും ബിൽഡിംഗിന്റെ മുകളിൽ ചെന്ന് ചെക്ക് ചെയ്യൂ. ആരെയും അകത്തേക്ക് പോകാൻ അനുവദിക്കരുത്. ഐ റിപ്പീറ്റ്, ആരെയും അകത്തേക്ക് പോകാൻ അനുവദിക്കരുത്. R7 ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. അടുത്തെവിടെയോ അപകടമുണ്ടെന്ന് തോന്നുന്നു. കേക്കോ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്റെ R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. ആർക്കോ എന്തോ അപകടമുണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഓടി വന്നേ. എന്റെ ദൈവമേ, ആരായി അലാറം അടിക്കുന്നത്? ഏതായാലും നീ വന്നത് നന്നായി കീക്കോ. ഈ ബിൽഡിംഗിന്റെ ടോപ്പ് ഫ്ലോറിൽ ഒരു നൈറ്റിംഗേൽ വെച്ചിട്ടുണ്ട്. പക്ഷെ കള്ളൻ സെക്യൂരിറ്റി ഗാർഡിന്റെ വേഷത്തിൽ അകത്ത് കയറിയിരിക്കുകയാണ്. അവനെ ഗോൾഡൻ നൈറ്റിംഗേലിനെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന തോന്നുന്നു. ഇതിൽ ആരാ ഒറിജിനൽ ഗാർഡ്, ആരാ ഡമ്മിന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇംപോസിബിൾ. പക്ഷെ കീക്കോ, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് ആ ഗോൾഡൻ നൈറ്റിംഗേലിനെ സംരക്ഷിക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട സെക്യൂരിറ്റി ഗാർഡ്. ഇനി ആ ഗോൾഡൻ നൈറ്റിംഗേലിനെ സംരക്ഷിക്കേണ്ടത് എന്റെ ജോലിയാ. സൂക്ഷിക്കണം കീക്കോ, ഈ ബിൽഡിംഗിൽ ഹൈ ലെവൽ സെക്യൂരിറ്റി ഇട്ടിട്ടുണ്ട്. വിഷമിക്കേണ്ട അങ്കിൾ. കീക്കോനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ ടോപ്പ് ലെവൽ. ഇത് ഫിംഗർ പ്രിന്റ്സ് വെച്ചാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ കള്ളൻ മറ്റെന്തോ മെത്തേഡിൽ ഈ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് പോയിരിക്കുക. ഇവിടെ ഒരു സ്റ്റെയർ കേസ് പോലും ഇല്ലല്ലോ.
ഹേയ്, ആരാണ് നീ? ഈ ഗാർഡ്സും കള്ളന്റെ ആളുകളാണെന്ന് തോന്നുന്നേ. ഇനി ഇവന്മാരെ വിട്ടുവെക്കാൻ പാടില്ല. ഇത് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൂടെ ചാടി ചാടി വേണം പോവാൻ. ഇത് 11,000 kVയുടെ ലേസർ ബീം ആണല്ലോ. അറിഞ്ഞോ അറിയാതെയോ ഇതിൽ തൊട്ടാൽ പിന്നെ തീർന്നു. ഇലക്ട്രിസിറ്റി ഷോക്ക് ഏൽക്കും. വളരെ ശ്രദ്ധിച്ച് വേണം മൂവ് ചെയ്യാൻ. അത് മൂവ്മെന്റ് സെൻസർ ആണല്ലോ. ഒരു ചെറിയ അനക്കം കണ്ടാൽ അതും മൂവ്മെന്റ് കാണിക്കും. അവര് പറഞ്ഞ വിലപിടിപ്പുള്ള സാധനം ആ ബോക്സിലുണ്ടാവും. ഇതെടുത്തോണ്ട് പോയി ആ സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിൽ കൊടുക്കാം. പിന്നെ ആ കള്ളൻ ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ഈ നൈറ്റിംഗലിനെ ഈ ഡമ്മി ഗാർഡ്സിന്റെ അടുത്തുനിന്ന് രക്ഷിച്ച് ബിൽഡിങ്ങിന് പുറത്തേക്ക് കൊണ്ടുപോകണം. ഫോർമുല നമ്പർ 137 അപ്ലൈ ചെയ്യേ. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 137. പിടിച്ചോളൂ അങ്കിൾ. ഇത് ഏതെങ്കിലും ഒരു സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചോളൂ. താങ്ക് യു കീക്കോ. കള്ളന്റെ അറ്റാക്കിൽ നിന്നും ഈ ഗോൾഡൻ നൈറ്റിംഗേലിനെ നീ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട് കീക്കോ. ഞാൻ ആ ഗോൾഡൻ നൈറ്റിംഗലിനെ സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അതൊരു സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. ശരിക്കുള്ള സെക്യൂരിറ്റി ഓഫീസർ അയാളല്ല, ഈ ഞാനാണ്. അവന്റെ പേര് ഹെൽമെറ്റോ. അവൻ ഈ ബോക്സ് മോഷ്ടിക്കാൻ വന്നവനാണ്. എന്നോട് ഇതുപോലെ കള്ളക്കഥ പറഞ്ഞ് എന്നെ മുറിയിലിട്ട് അടച്ചു. എന്റെ യൂണിഫോം പിന്നെ വാക്കി ടോക്കി എടുത്തോണ്ട് അവൻ ഇങ്ങോട്ട് വന്നു. എന്റെ ദൈവമേ, ആ ഗോൾഡൻ നൈറ്റിംഗലിന്റെ വില പല കോടികളാണ്. പല കള്ളന്മാർ അതിന് നോട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഹൈ സെക്യൂരിറ്റിയുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചത്. മമ്മി, ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ആ കള്ളൻ ഹെൽമറ്റോ കീക്കോയെ മിസ്യൂസ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്തത് വളരെ തെറ്റായി പോയി കീക്കോ. എന്റെ പേര് ഹെൽമെറ്റോ. എന്റെ ജോലി ഹെൽമെറ്റ് കൊണ്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യലാണ്. താങ്ക് യു കീക്കോ. ആ ഗോൾഡൻ നൈറ്റിംഗേലിനെ എന്റെ കയ്യിൽ നീ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട് കീക്കോ. ഒരു കാര്യം അറിയോ, അവിടെയുള്ള ടൈറ്റ് സെക്യൂരിറ്റി ക്രോസ് ചെയ്തു പോകാൻ എനിക്കൊരിക്കലും പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് വേണമെന്ന് വെച്ച് ആ സൈറന്റെ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തത്. എനിക്കറിയാമായിരുന്നു തീർച്ചയായിട്ടും നീ ഇവിടെ വരുമെന്ന്. അതിനുശേഷം ഞാൻ നിന്നെ കളിപ്പിച്ചിട്ട് നിന്റെ കയ്യിൽ നിന്നും ആ ഗോൾഡൻ നൈറ്റിംഗേലിനെ സ്വന്തമാക്കാമെന്നാണ് കരുതിയിരുന്നത്. ബോസ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു സൂപ്പർ ചാൻസാ. നിങ്ങളുടെ സൂപ്പർ പഞ്ച് യൂസ് ചെയ്ത് ഹെൽമറ്റോയെ പുറകുവശത്തൂടെ ചെന്ന് അറ്റാക്ക് ചെയ്യ്. പിന്നീട് നോക്കിക്കോ, നിങ്ങൾ ഈ സൺ സിറ്റിയുടെ ഹീറോ ആയി മാറും. മനസ്സിലായോ? കീക്കോയെക്കാളും സൂപ്പർ സ്പീഡോയെക്കാളും വളരെ വലിയ ഹീറോ. ചില സമയത്ത് നിങ്ങൾ രണ്ടുപേരും വളരെ ബുദ്ധിപൂർവമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ടോണി ബോസ് ഫൈറ്റ് ചെയ്യാൻ പോവാ. നമുക്ക് കണ്ടു രസിക്കാം.
എന്റെ പേര് ഹെൽമെറ്റോ. എന്റെ ജോലി ഹെൽമെറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇതിനാണ് പറയുന്നത് ഒരുപാട് ആഗ്രഹിക്കരുത്. ടോണി ബോസ് അടിയും കൊണ്ട് തിരിച്ചു വന്നു. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഹെൽമെറ്റോ, നിങ്ങൾ ആ ഗോൾഡൻ നൈറ്റിംഗിൾ മോഷ്ടിച്ച് വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ദയവേത് അത് തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ചെയ്ത തെറ്റ് ശരിയാക്കൂ. എടോ കീക്കോ, നീ ഒരു പക്ഷെ സൂപ്പർ ഹീറോ ആയിരിക്കാം, പക്ഷെ എന്റെ അത്ര നീ സ്മാർട്ട് അല്ല. ആ ഗോൾഡൻ നൈറ്റിംഗിൾ നിനക്ക് ഞാൻ വിട്ടുതരികയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചത്? എനിവേ, ഞാൻ നേരിട്ട് വന്ന് നിന്നെ കണ്ട് താങ്ക് യു പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. താങ്ക് യു, ടാറ്റാ, ബൈ ബൈ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 45. ഓക്കെ കീക്കോ, ഫോർമുല നമ്പർ 45 ഞാൻ ആക്ടിവേറ്റ് ചെയ്തേക്കാം. ഇപ്പൊ നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാൻ നോക്കട്ടെ ഹെൽമെറ്റോ. ആണോ? ഹെൽമെറ്റോടാണോ നിന്റെ കളി? ഇതിനൊക്കെ നീ ഒരുപാട് വിഷമിക്കും, നോക്കിക്കോ. ഇനി ഞാനല്ല ഓടാൻ പോകുന്നത്, നീയാണടാ. കീക്കോ, അവൻ എന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൽമെറ്റോയുടെ പഞ്ച് വളരെ പവർഫുൾ ആണ്. എന്റെ ടോട്ടൽ സിസ്റ്റവും ഹാങ് ആയി പോകുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ആ റോപ്പ് വിട്ടേക്ക്. എന്റെ പേര് ഹെൽമെറ്റോ. ചെയ്യുന്ന ജോലി ഹെൽമെറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യലാണ്. നീ ചെന്ന് ജനങ്ങളെ രക്ഷിക്ക്. ഞാനിപ്പോ എസ്കേപ്പ് ആകാൻ പോകുകയാ. സൂപ്പർ സ്പീഡോ, ഹെൽമെറ്റോയെ ഫോളോ ചെയ്യുന്നത് വിട്ടേക്ക്. ആദ്യം നമുക്ക് ജനങ്ങളെ രക്ഷിക്കാം. ഹെൽമെറ്റോയെ നമുക്ക് പിന്നീട് പിടിക്കാം. ഓക്കെ കീക്കോ. കീക്കോ, വേഗം എന്തെങ്കിലും ചെയ്യൂ. ഈ ബിൽഡിങ്ങിന്റെ വെയിറ്റ് എനിക്ക് ഒരുപാട് നേരത്തേക്ക് താങ്ങാൻ പറ്റില്ല. വേഗം ജനങ്ങളെ എല്ലാം രക്ഷിക്കൂ. എന്റെ ദൈവമേ, ഒരുപക്ഷെ സൂപ്പർ സ്പീഡോ ഈ ബിൽഡിങ്ങിന്റെ അടി വീണ് കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത്. ഓ സൂപ്പർ സ്പീഡോ, നിനക്കൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഫിറ്റ് ആൻഡ് ഫൈൻ ആണ്. ഐ ആം റെഡി ടു ഷൈൻ. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഹെൽമെറ്റോ എസ്കേപ്പ് ആയി. അയ്യോ കീക്കോ, ഇനി നമുക്ക് ആ ഹെൽമെറ്റോയെ എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നൊന്ന് പറ. ഇങ്ങോട്ട് നോക്കുമോനെ, ഹെൽമെറ്റോയുടെ കയ്യിൽ നിന്നും ആ ഗോൾഡൻ നൈറ്റിംഗിളിനെ രക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ജനങ്ങൾ പറയും കീക്കോ തന്നെയാണ് ആ ഗോൾഡൻ നൈറ്റിംഗിളിനെ കള്ളന്റെ കയ്യിൽ കൊടുത്തതെന്ന് പറയും. ഒരിക്കലുമില്ല, അങ്ങനെ സംഭവിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. രണ്ട് വാക്കിൽ പറയണമെങ്കിൽ എന്നാ വരാവ്. സാധാരണ നെവർ എവർ അല്ല, ടോപ്പ് ലെവർ നെവർ എവർ. സംസാരിച്ച് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇതേപോലെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് കൊള്ളയടിക്കാൻ വന്നവർ തന്നെ ഞാൻ എടുത്തിട്ട് വക വരുത്തി, എന്നിട്ട് എടുത്തിട്ട് ചവിട്ടി കൊന്നു. അറിയോ, അവന്റെ ഹെൽമെറ്റ് ആണെങ്കിൽ ചിന്ന ഭിന്നമായി ചിതറിപ്പോയി. കാര്യമായിട്ട് പറയാണോ മേയർ അങ്കിൾ? പിന്നല്ലാതെ, ഞാൻ കള്ളം പറയില്ല. ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഹെൽമെറ്റുകൾ വന്ന് വീഴട്ടെ. കള്ളൻ പണമല്ലാതെ മറ്റൊരു സാധനം മോഷ്ടിക്കുകയാണെങ്കിൽ അവനത് എടുത്തോണ്ട് പോയി മറ്റെവിടെങ്കിലും വിറ്റ് കാശാക്കാൻ നോക്കും. എന്ന് വെച്ചാൽ ആ ഹെൽമെറ്റ് ഗോൾഡൻ നൈറ്റിംഗിൾ വിട്ടുകളയോ? അതെ, എനിക്ക് നന്നായി അറിയാം അവൻ അങ്ങനെ ചെയ്യൂ. ഇതുപോലൊരു സാധനം വാങ്ങാൻ മുന്നോട്ട് വരുന്നവനും വളരെ വലിയ പണക്കാരൻ തന്നെ ആയിരിക്കും. നീ പറഞ്ഞത് കറക്റ്റാണ് കീക്കോ. എനിക്ക് തോന്നുന്നത് നൈറ്റിംഗിളിനെ ഗോൾഡിൽ ചെയ്തത് കൊണ്ട് ഏതെങ്കിലും ജ്വല്ലറീസ് തന്നെയായിരിക്കും അത് വാങ്ങുന്നത്. കറക്റ്റ്. സൂപ്പർ സ്പീഡോ, ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്ത് സൺസിറ്റിയിൽ എത്ര ജ്വല്ലേഴ്സ് ഉണ്ടെന്ന് നോക്ക്. ഉടനെ ചെയ്യാൻ പടി. ഇത് സൺസിറ്റിയുടെ ടോപ്പ് 5 ജ്വല്ലേഴ്സ് ആണല്ലോ. എന്നാ പിന്നെ നമുക്ക് 5 സ്ഥലങ്ങളും വാച്ച് ചെയ്യാം. ഇതിൽ ആരെങ്കിലും ഒരാൾ ആ നൈറ്റിംഗിൾ വാങ്ങാൻ ശ്രമിക്കുമ്പോ നമുക്ക് അവനെ അവിടെ തന്നെ പിടികൂടാം. നമ്മൾ വിചാരിക്കുന്നത് ഒന്ന്, നടക്കുന്നത് വേറൊന്ന്. എന്ത് പറയാനാ? നിങ്ങൾ എന്താ പറയുന്നത്?
സാറിപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം റൂബി എന്ന പേരുള്ള ഒരു ജ്വല്ലർ ഇന്ന് ബാങ്കിൽ നിന്ന് 5 കോടി രൂപ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സാറിന് വേറൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആള് ഇന്ന് വൈകുന്നേരം വളരെ വലിയൊരു ഇൻലീഗൽ ഡീൽ ചെയ്യാൻ പോവാ. ആണോ? അങ്ങോട്ട് നോക്ക്, മിസ്റ്റർ റൂബിയുടെ പേര് ഇതിലുണ്ട്. ലിസ്റ്റിൽ അത് സെക്കൻഡ് നമ്പറിലാണുള്ളത്. എനിക്ക് തോന്നുന്നത് മിസ്റ്റർ റൂബി ആയിരിക്കും 5 കോടി രൂപ ഹെൽമെറ്റോയ്ക്ക് കൊടുത്ത നൈറ്റിംഗിൾ വാങ്ങുന്നത്. എന്നാ പിന്നെ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് റൂബിയെ ചെന്ന് അറസ്റ്റ് ചെയ്തിട്ട് വന്നേക്കാം. എന്ത് പറയുന്നു? വേണ്ട ചട്പട്ട് അങ്കിൾ, മിസ്റ്റർ റൂബിയെ വെച്ച് വേണം നമുക്ക് ആ ഹെൽമെറ്റോയെ പിടികൂടാൻ. ഓക്കേ. നിങ്ങൾ എന്തായി ചെയ്യുന്ന ചട്പട്ട് അങ്കിൾ? ആ ഡീൽ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോവുകയാണ്. അവരെ പിടിക്കാനായിട്ട് ഞാൻ എന്റെ ഹാൻഡ് പെയിന്റ് ചെയ്യുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഗോൾഡൻ നൈറ്റിംഗിളിനെ തിരിച്ചു കൊണ്ടുവന്ന് തന്നേക്കൂ. എന്റെ പേര് ഹെൽമെറ്റോ. ചെയ്യുന്ന ജോലി ഹെൽമെറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്യലാണ്. സോറി, എന്റെ ലാൻഡിംഗ് ഒരു അല്പം തെറ്റിപ്പോയി. എന്റെ കാർ നീ നശിപ്പിച്ചു. നിനക്ക് നോക്കിയും കണ്ട് ലാൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഹെൽമെറ്റോടെ മുന്നിൽ ശബ്ദിച്ച് സംസാരിച്ചാൽ എന്താവുന്നറിയോ? സോറി. ദാറ്റ്സ് ബെറ്റർ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എനിക്ക് തരാന്ന് പറഞ്ഞ ഗോൾഡൻ നൈറ്റിംഗിൾ. മോഷ്ടിച്ച സാധനം വാങ്ങിക്കുന്നതും തെറ്റാണ്, വിൽക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. ഹലോ, ആരുടെ കയ്യിൽ ഒരുപാട് ടാലൻസ് ഉണ്ടോ അവന് ഒറ്റൊരുത്തനെ കൊണ്ടും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ പേര് ഹെൽമെറ്റോ. ചെയ്യുന്ന ജോലി ഹെൽമെറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്യലാണ്. ചട്പട്ട് അങ്കിൾ, നിങ്ങളിപ്പോൾ മരത്തിന് മുകളിലൂടെയാണ് പറക്കുന്നത്. ആ വിലങ്ങഴിച്ച് താഴേക്ക് ചാടിക്കോളൂ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വാവ് സാർ, സൂപ്പറായിട്ട് ജമ്പ് ചെയ്തു. എന്തായാലും ഞാനത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. എടാ, നിനക്ക് അത്രയ്ക്ക് ധിക്കാരമായി പോയല്ലേ? എന്റെ പണം മൊത്തം ഇപ്പൊ താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. കീക്കോ, ആ ഹെൽമെറ്റ് ഇപ്പൊ ലേസർ കൊണ്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വേഗം ചെയ്യണം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 78. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇപ്പൊ തന്നെ ഫോർമുല നമ്പർ 78 ആക്ടിവേറ്റ് ചെയ്തേക്കാം. ഹെൽമെറ്റ് ആയിക്ക് നല്ലൊരു തിരിച്ചടി കൊടുത്തേക്കാം. നിനക്ക് എന്റെ ബുള്ളറ്റിനെ തടഞ്ഞു നിർത്താൻ പറ്റും, പക്ഷെ എന്നെ പറ്റില്ല. കീക്കോ, നിനക്ക് സൺ സിറ്റിയുടെ രക്ഷകനാണെന്ന ഒരു വിചാരമുണ്ടല്ലേ? ശരി, ഓക്കെ. ഇപ്പൊ സൺ സിറ്റിയെ എന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചൊന്ന് കാണിക്കറ. നീ എന്റെ മൊത്തം പണവും കാറ്റിൽ പറത്തിക്കളഞ്ഞു. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിന്റെ സൺ സിറ്റിയെ ഇതേപോലെ കാറ്റിൽ പറത്താൻ പോവുകയാണ്. എന്റെ പേര് ഹെൽമെറ്റോ. ചെയ്യുന്ന ജോലി ഹെൽമെറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്യലാണ്. സൂപ്പർ സ്പീഡോ, നീ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്തിട്ട് ജനങ്ങളെ രക്ഷിക്ക്. അതിനുള്ളിൽ ഞാൻ ഹെൽമെറ്റോയെ വകവരുത്താം. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 45. ഹെൽമെറ്റോ, അവസാനമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നീ ഇതുപോലത്തെ മോശമായ കാര്യങ്ങൾ ചെയ്യരുത്. അല്ലെങ്കിൽ മറ്റൊരു വഴിയുമില്ല, ഞാൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. നീയോ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു? എനിക്കിപ്പോ തോന്നുന്നത് ഒരു ചെറിയ കൊതുക് ഒരു സിംഹത്തിനെ ചാലഞ്ച് ചെയ്യുന്ന പോലെ ഉണ്ട്. ശരി, ഓക്കെ, നിന്റെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നേക്കാം.
കീക്കോ, നീ ഒരു കൊച്ചു ചെക്കനാണെന്ന് കരുതി ഞാൻ നിനക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഈ നിമിഷം ഞാൻ എന്റെ ഹെൽമെറ്റ് ഉപയോഗിച്ച് എന്നെ നീ അപമാനപ്പെടുത്തിയതെല്ലാം ചേർത്ത് പ്രതികാരം ചെയ്യുന്നതായിരിക്കും. എന്റെ പേര് ഹെൽമെറ്റോ. ചെയ്യുന്ന ജോലി ഹെൽമെറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്യലാണ്. താങ്ക് യു സൂപ്പർ സ്പീഡോ. നമ്മളിപ്പോ ഹെൽമറ്റോയെ തടഞ്ഞു നിർത്താൻ ഉടൻ തന്നെ ഒരു പുതിയ ഐഡിയ കണ്ടെത്തണം. അതല്ലെങ്കിൽ കീക്കോ, ഹെൽമെറ്റോയുടെ അറ്റാക്ക് കാരണം എന്റെ എഞ്ചിൻ ജാമായി കിടക്കുകയാണ്. സിസ്റ്റം വർക്ക് ആവുന്നില്ല. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യൂ കീക്കോ. ഇനി കീക്കോ നിന്നെ സഹായിക്കാൻ വരില്ല. ഞാൻ അവന് വിട്ടെങ്കിലല്ലേ അവൻ വന്ന് നിന്നെ സഹായിക്കൂ. എന്റെ പേര് ഹെൽമെറ്റോ. ചെയ്യുന്ന ജോലി ഹെൽമെറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്യലാണ്. ഇനി നീ ഇവിടെ ഇരുന്നു കൊണ്ട് സൂപ്പർ സ്പീഡോ ചിന്ന ഭിന്നമായി ചിതറുന്നത് കണ്ട് രസിക്കേ. ആദ്യം അവന്റെ കഥ ഞാൻ അവസാനിപ്പിച്ചേക്കാം, പിന്നെ നിന്റെ കാര്യം തീർക്കാം. ഇപ്പൊ ഈ സൂപ്പർ സ്പീഡോയെ പീസാക്കി ഡാമേജ് ആക്കാൻ പോവുകയാണ് ഞാൻ. പിന്നെ നിന്നെ ആർക്കും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഡ്രിൽ ബിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ റിപ്പയർ ചെയ്യാൻ വളരെ കഷ്ടമാണ്. വേഗം എന്തെങ്കിലും ചെയ്യൂ കീക്കോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 68 അപ്ലൈ ചെയ്യേ. ഓക്കേ കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 68. മറ്റൊരു വഴിയുമില്ല. എനിക്കിപ്പോ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. സൂപ്പർ സ്പീഡോ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊരു കുഴപ്പവുമില്ല കീക്കോ. റിപ്പയർ ചെയ്യാൻ ഒരല്പം സമയം പിടിക്കും. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം നീ എന്റെ കയ്യിൽ തന്നെ വന്ന് വീണില്ലടാ. എന്തായി പറയുന്നത്? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ദാ വാങ്ങിച്ചോളൂ അങ്കിൾ. ഇതാ നിങ്ങളുടെ ഗോൾഡൻ നൈറ്റിംഗിൾ. ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കും പാലിച്ചു. താങ്ക് യു കീക്കോ. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അതായത് നീയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ ഒരു കള്ളനും കൊള്ളക്കാരനും സൺസിറ്റി ജനങ്ങളുടെ ചെരുപ്പിനെ പോലും മോഷ്ടിക്കാനാവില്ലെന്ന്. കീക്കോ, അതിപ്പോ തിരിച്ച് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ. വീണ്ടും അത് നിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിന്റെ നെറ്റ് ബാസ്കറ്റ് കാണിച്ച് പെട്ടെന്ന് അവനെ മടക്കി പിടിക്കേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇന്ന പിടിച്ചോ. ഈ ബോൾ ശരിക്കും കുടുങ്ങി പോയില്ലേടാ.
കിക്കോ, ഇന്ന് ഞാൻ നിന്നെ ഈ ഫുട്ബോൾ ഗെയിമിൽ തോൽപ്പിച്ചേ അടങ്ങൂ. തീർച്ചയായിട്ടും ടോണി, ധാരാളമായിട്ട് തോൽപ്പിച്ചോ. ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കളിക്കാം. അതെ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ മസാല ആഡ് ചെയ്യണം. അടുത്തടുത്ത് ഗോളുകൾ അടിക്കാൻ ഡിറ്റക്റ്റീവ് ചട്ട്പറ്റതായി എത്തിക്കഴിഞ്ഞു. ടോണി ബോസ്, ഇങ്ങോട്ട് ബോൾ പാസ് ചെയ്യ്. ബോസ്, അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഞാൻ ഫ്രീ ആണ്. മുന്നിൽ കയറി ബോളും തട്ടിപ്പറിച്ച ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ പാസ് ചോദിക്കുക. എന്റെ അമ്മച്ചിയെ, ആ തടിയൻ തോണി ബോളുമായിട്ട് എന്റെ നേർക്കാണല്ലോ ഓടി വന്നോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ടോണി ഇപ്പൊ ചെയ്യുന്ന കാര്യം ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ചീറ്റിംഗ്. ചീറ്റിങ്ങിനേക്കാൾ വളരെയധികം ചീറ്റിംഗ് ആണ്. അയ്യോ, അങ്ങനെ ആളുകളെ തള്ളിവിട്ട് കളിക്കുകയാണെങ്കിൽ ആരെങ്കിലും താഴെ വീണ് മുറിഞ്ഞാലോ? ടെമ്പോ അണ്ണ, ഫുട്ബോൾ കളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നത് സ്വാഭാവിക. പക്ഷേ ടോണി ഒരല്പം കൂടുതലായിട്ടല്ല, വളരെ അധികമായിട്ട് അവൻ തള്ളിവിട്ട് കളിക്കുക. ഡോഡോ, നീ ഇങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ധൈര്യമായിട്ട് അത് ഫേസ് ചെയ്യാൻ പഠിക്കണം. ഒരു പ്രാവശ്യം ചെയ്തു നോക്ക്, പിന്നെ നിനക്ക് ടോണിയെ കണ്ട പേടി തോന്നുകയില്ല. നീ പറഞ്ഞതും ശരി തന്നെയാണ്. നിന്റെ അഡ്വൈസിന് വളരെ താങ്ക് യു കീക്കോ. ഇപ്പൊ നോക്കിക്കോ ഞാൻ ടോണിയെ എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന്. ആദ്യം ഞാനൊരല്പം കഴിച്ചോട്ടെ. എടാ, റോൾ നമ്പർ 420, ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്യേ. ഓക്കേ ടോണി ബോസ്. എടാ മരമാക്രി, എന്റെ നേർക്ക പാസ് ചെയ്യാൻ പറഞ്ഞ. ഞങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ പാസ് ചെയ്തില്ലല്ലോ. മമ്മി, അവര് രണ്ടുപേരും തന്റെ ഗോൾ പോസ്റ്റിന് നേരെയുള്ള ബോൾ കൊണ്ടുവരുന്നത്. ഓ, എടാ മരമണ്ട മണ്ണുണ്ണി, നമ്മളുടെ ഗോൾ പോസ്റ്റിൽ തന്നെ നിങ്ങൾ ഗോൾ അടിച്ചിരിക്കുന്നത്. ടോണി ബോസ് ഓരോ കളിയിലും ഭയങ്കര ചീറ്റിംഗ് ചെയ്യുമെന്ന് എനിക്കറിയാം. ബോൾ ഇവിടെ വീണാലെന്താ, ഓപ്പോസിറ്റ് ടീമിൽ വീണാലെന്താ, പക്ഷേ ഗോൾ തന്നെയല്ലേ. അയ്യോ, ഇപ്പൊ ടെമ്പോ അണ്ണന്റെ സ്പെഷ്യൽ കിക്ക് നിങ്ങൾ കാണാൻ പോവുകയാണ്. ട്വിങ്കിൾ, ദാ പിടിച്ചോ, ഗോൾ അടിക്കേ. മമ്മി, പകൽ സമയങ്ങളിൽ തന്നെ എന്റെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ കാണുന്നു. കമോൺ മേയർ അങ്കിൾ, ഗോൾ വീഴാതെ നോക്കിക്കോ. ബോൾ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ട് വീണ്ടും എന്റെ കണ്ണുകളിൽ നക്ഷത്രം വരുമെന്നാ തോന്നുന്നത്. ജെറ്റ് അങ്കിൾ ആ ബോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വരെ നമുക്ക് ഈ ബോൾ വെച്ച് കളിക്കാന്നേ. കമോൺ ഡോഡോ, പേടിക്കണ്ട, അത് ഫേസ് ചെയ്യേ. സ്ട്രെയിറ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് അറ്റാക്ക് ഞാൻ ചെയ്യാൻ പോവാണ് കേക്കോ. എടാ ടോണി, ഇനി ഞാൻ ഒരു കാരണവശാലും പേടിക്കില്ല. എന്റെ അമ്മച്ചിയെ, എന്റെ കാലുകൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാ ഇത്രയും പവർ? ഈ ഷോട്ടിനെ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ബുള്ളറ്റ് ഷോട്ട്.
ബോസ് നിങ്ങളുടെ പണ്ടാര വാച്ച് അതിവിടെ എങ്ങാനും വീണ് കാണും. ടോണി നിന്റെ വാച്ച് ഗ്രൗണ്ടിൽ എവിടെങ്കിലും വീണ് കാണും. അവരെ രണ്ടാളെയും വിട്ടേക്ക്. ഡോഡോ നീ ഇത് ഇത്രയ്ക്കൊരു പവർഫുൾ കിക്ക് എങ്ങനെയാ ചെയ്തത്? ദേ ഇങ്ങനെ തന്നെ. ഡോഡോയ്ക്ക് പെട്ടെന്ന് ഇത്രയും പവർ എങ്ങനെയാ കിട്ടിയത്? നീ ഒരു കാര്യം ചെയ്യ് ഡോഡോ, നീ ഇപ്പോ ആ ബാളല്ല, അതിനു പകരം ഈ ബോള് കിക്ക് ചെയ്യേ. എന്റെ ദൈവമേ, എവിടെ പോയി എന്റെ കാലുകളുടെ പവർ? എന്നുവെച്ചാൽ ആ പവർഫുൾ കിക്കിന് കാരണം ഈ ബോളാണ്. ഇത് ഭയങ്കര ഹെവിയാണ്. ഈഷ്, മമ്മി, എന്റെ കയ്യിലുള്ള വാച്ചും കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ വാച്ചും കാണുന്നുപോയി. ആ ഇതെന്താ ഈ സാധനം? ഓ, എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വാച്ചസ് ഈ ഫുട്ബോളാണ് അടിച്ചു മാറ്റിയതെന്നാ തോന്നുന്നത്. ഇങ്ങോട്ടുതാ, അത് എന്റെ കയ്യിലോട്ടുതാ. ഞാൻ ഇപ്പൊ തന്നെ അതിന് വകവരുത്തി കാണിച്ചു തരാം. ഉസ്. ഈ ഫുട്ബോൾ നമ്മുടെ കൺട്രോളിൽ എത്തിക്കണമെങ്കിൽ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ നമുക്ക് ഫുട്ബോളിന്റെ കാറ്റ് ഊരിക്കളയണം. അത് എല്ലാവരുടെ വാച്ചും അടിച്ചു മാറ്റിയിരിക്കാം. നോ പ്രോബ്ലം ബഡി, ഇപ്പൊ നോക്കിക്കോ. ആ ഫുട്ബോൾ അല്ല സൂപ്പർ സ്പീഡോ, ദാ അവിടെ ഉള്ളതാണ്. ഓ സോറി കീക്കോ, എന്റെ ടാർഗറ്റ് ഒരല്പം മിസ്സായി പോയി. ഇങ്ങനെ പോയാൽ ഈ ഫുട്ബോൾ സൺസിറ്റി മുഴുവനും നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 50 അപ്ലൈ ചെയ്. ഓൾ റൈറ്റ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 50. കീക്കോ, അതിപ്പോ തിരിച്ച് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ് സൂപ്പർ സ്പീഡോ, വീണ്ടും അത് നിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിന്റെ നെറ്റ് ബാസ്കറ്റ് കാണിച്ച് പെട്ടെന്ന് അവനെ മടക്കി പിടിക്കേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇന്ന പിടിച്ചോ, ഈ ബോൾ ശരിക്കും കുടുങ്ങി പോയില്ലേടാ. പക്ഷെ സൂപ്പർ സ്പീഡോ ഇങ്ങനെ പോയാൽ സൺസിറ്റിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്, നീ ആ നെറ്റ് ബാസ്കറ്റ് അങ്ങ് വിട്ടേക്ക്. ഇപ്രാവശ്യം മോഷൻ ട്രാക്കിംഗ് മിസൈൽ ഞാൻ ഷൂട്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ ഫുട്ബോൾ എങ്ങോട്ട് പോയാലും ഈ മിസൈൽ അവനെ വിടാതെ ഫോളോ ചെയ്യുന്നതായിരിക്കും. അതിന്റെ കാര്യം പോക്കാണ്. നോക്കിക്കോ, എന്റെ ഈ മോഷൻ ട്രാക്കിംഗ് മിസൈൽ ആ ഫുട്ബോളിനെ നശിപ്പിക്കുന്നതായിരിക്കും.
ആ മിസൈൽ തിരിച്ച് എന്നെ തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കീക്കു, എന്നെ സ്വയം റിപ്പയർ ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം പിടിക്കും. ആ ഫുട്ബോളിനെ കുറിച്ച് നീ എന്തെങ്കിലും കണ്ടെത്തിയോ സൂപ്പർ സ്പീഡോ? ഒരുപാട് മനസ്സിലാക്കി. ഇന്റർനെറ്റിൽ ആ വാച്ചുകളിനെ കുറിച്ച് ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ട്. അവൻ വേറെ വേറെ സെറ്റിൽ ചെന്ന് ഒരുപാട് വാച്ചുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഫുട്ബോളിനും വാച്ചസിനും എന്താണ് കണക്ഷൻ? കീക്കോ, ആക്ച്വലി ഇത് ഫുട്ബോൾ അല്ല, പക്ഷേ ഞാനാണ് സോക്കർമാൻ. ഫുട്ബോളായി വേഷം മാറി വാച്ചുകൾ അടിച്ചു മാറ്റുന്നതാണ് എന്റെ ജോലി. പക്ഷെ സോക്കർമാൻ വാച്ചസ് വെച്ച് എന്താ ചെയ്യുന്നത്? ഇന്റർനെറ്റിൽ എഴുതിയിരിക്കുന്നത് സോക്കർമാന് വാച്ചുകളുടെ കളക്ഷൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ്. അവന്റെ കയ്യിൽ ആയിരക്കണക്കിന് വാച്ചുകളുണ്ട്. അവൻ വേറെ വേറെ സെറ്റിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്. ഫുട്ബോൾ കള്ളൻ എന്റെ വാച്ച് അടിച്ചു മാറ്റിക്കൊണ്ടു പോയല്ലോ. ആ വാച്ച് എന്റെ അപ്പാപ്പനാണ് എനിക്ക് വാങ്ങി തന്നത്. ഇനി എങ്ങനെയാ എനിക്ക് ആ വാച്ച് തിരിച്ചു കിട്ടാൻ പോകുന്നത്? വിഷമിക്കാതിരിക്കും മേയർ അങ്കിൾ. അങ്കിളിന്റെ വാച്ച് തീർച്ചയായും തിരിച്ചു കിട്ടുന്നതായിരിക്കും. പക്ഷെ എങ്ങനെയാണ് കേക്കോ ആ സോക്കർമാൻ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെയാ അവനെ തേടി കണ്ടെത്തോ? ഇനി നമ്മൾ അവനെ തേടി അലേണ്ട കാര്യമൊന്നുമില്ല. അവൻ തീർച്ചയായും നമ്മളെ തേടി ഇങ്ങോട്ട് വരും, നോക്കിക്കോ. കാരണം അവൻ R7ന്റെ വാച്ച് അടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ്. ഞാനത് തടഞ്ഞു നിർത്തി. R7 ഒരു യുണീക്ക് വാച്ചാണ്. എനിക്ക് നന്നായി അറിയാം എന്റെ ഈ R7 അടിച്ചു മാറ്റാൻ സോക്കർമാൻ ഇങ്ങോട്ട് വരും. ഒരുപാട് കഷ്ടപ്പെട്ട് മോഷ്ടിച്ചാ ഞാൻ ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ R7 വാച്ച് ഇല്ലാതെ എന്റെ ഈ വാച്ച് കളക്ഷൻ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് ഞാനിപ്പോ വീണ്ടും സൺസിറ്റിയിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. പക്ഷേ ഫുൾ പ്ലാനിങ്ങോടുകൂടി ചെല്ലണം. ഇപ്പൊ നോക്കിക്കോ, എന്റെ റിമോട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഈ ബോളുകൾ വെച്ച് ഞാൻ എങ്ങനെയാണ് കിക്കോയെയും സൂപ്പർ സ്പീഡോയും പറ്റിച്ച് R7 വാച്ച് അടിച്ചു മാറ്റുന്നത് നോക്കിക്കോ. ഫുട്ബോൾ ഇതാ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വാച്ച് അടിച്ചു മാറ്റാ ടിക് ടോക്ക് ടിക്. നമുക്ക് ആ സോക്കർമാനെ പിടിക്കാൻ എന്തെങ്കിലും വ്യത്യസ്തമായി പ്ലാൻ ചെയ്തേ പറ്റൂ. കാരണം അവൻ വളരെ ക്വിക്കാണ്. പെട്ടെന്നൊന്നും നമുക്ക് അവനെ പിടിക്കാനാവില്ല. ഐഡിയ. ഫുട്ബോളിന്റെ അൾട്ടിമേറ്റ് ആയ സ്ഥലം ഗോൾ പോസ്റ്റ് ആണ്. സോ നമ്മൾ ഒരു പ്രത്യേക തരം ഗോൾ പോസ്റ്റ് റെഡിയാക്കിയാൽ അത് വെച്ച് സോക്കർമാനെ കുടിക്കിയാൽ പിന്നെ എല്ലാം ഈസിയാണ്. നീ പറഞ്ഞ ശരിയാണ് കേക്കോ. എന്റെ കൈവശം അതുപോലെ ഒരു സാധനമുണ്ട്. അത് വെച്ച് നിനക്ക് സോക്കർമാൻ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ തന്നെ അത് കൊണ്ടുവരാം. നീ ഇത് കണ്ടോ കേക്കോ? ഒരു പക്ഷേ ആ ഫുട്ബോൾ ഒരു പ്രാവശ്യം ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും അത് ഇതിനകത്ത് ചെന്ന് കുടുങ്ങിപ്പോകും. പക്ഷേ ഡോക്ടർ ഖുറാന അങ്കിൾ, അതിന്റെ മൗത്തിന്റെ സൈസ് വളരെ ചെറുതാണല്ലോ. സ്മോൾ. ട്വിങ്കിൾ, ഇത് എന്തുകൊണ്ടാ ചെറുതായിരിക്കുന്നറിയാമോ? ഒരു പ്രാവശ്യം ആ ഫുട്ബോൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷെ അങ്കിൾ, ഇത്രയും ചെറിയ ഓപ്പണിംഗ് വഴി ആ ഫുട്ബോൾ എങ്ങനെയാ അകത്തേക്ക് പോവാ? ഒരു കാര്യമുണ്ട് കേക്കോ, നീ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ആ ഫുട്ബോൾ ഇതിനെ ടാർഗറ്റ് ചെയ്ത് കിക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ ഫോഴ്സോട് കൂടി ആ ഫുട്ബോൾ ഇതിന്റെ വായിൽ വന്ന് തട്ടുമ്പോൾ അപ്പോൾ ഇതിന്റെ മൗത്ത് ഓപ്പണിംഗ് വളരെ വലുതായി മാറും. പിന്നെ ആ ഫുട്ബോൾ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് കുടുങ്ങിപ്പോവുകയും ചെയ്യും. അത്രയുള്ള കാര്യം. വീണ്ടും ഇതിന്റെ മൗത്ത് ഓപ്പണിംഗ് ചെറുതാകും. രണ്ട് വാക്കിൽ പറയണമെങ്കിൽ എലാസ്റ്റിക് എഫക്ട്. കറക്റ്റ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് രഹസ്യമായിട്ട് വെക്കണം. ദൂരത്തുനിന്ന് പോലും അത് കാണാൻ പറ്റരുത്. ഇത് നമുക്ക് സൺസിറ്റിയുടെ അടുത്തുള്ള സർക്കിളിൽ കൊണ്ടുപോയി വെക്കാം. ഇപ്പൊ ആ ഫുട്ബോൾ ഇങ്ങോട്ട് വരട്ടെ. ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അതുവരെ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. കീക്കോ, അങ്ങോട്ട് നോക്കൂ. ഒരുപാട് ഫുട്ബോൾ വന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, ഒന്നല്ല 4-5 ബോൾസ് ഉണ്ടല്ലോ.
ആദ്യം അവൻ ഒരു ബോളാണ് അയച്ചത്. ഇപ്പോൾ ഇതാ ഒരുപാട് ബോളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വളരെ റിലാക്സ് ആയിട്ട് എന്റെ റിമോട്ട് കൺട്രോൾ വെച്ച് എല്ലാ ഫുട്ബോളിനെയും കൺട്രോൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് R7 വാച്ച് ഞാൻ അടിച്ച് മാറ്റും. ഫുട്ബോൾ എന്ന് വെച്ചാൽ ഫിറ്റ് ആയിരിക്കണം. വാച്ച് അടിച്ച് മാറ്റണം. ടിക് ടോക് ടിക്. സൂപ്പർ സ്പീഡോ, ഇതിൽ ഏതാണ് ഒറിജിനൽ സോക്കർ മാൻ എന്ന് കണ്ടുപിടിക്കേ. നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല നമ്പർ 158 അപ്ലൈ ചെയ്യേ. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 158. ഇത്ര ചെറിയ നെറ്റ് വെച്ച് മീനിനെ മാത്രമേ പിടിക്കാൻ കഴിയൂ. എന്നെ പോലെയുള്ള മുതലയെ പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്റെ എല്ലാ ഫുട്ബോൾസിന്റെയും എനർജി ലെവൽ അധികമാക്കാൻ പോവുകയാണ്. ഫുട്ബോൾ ഇതാ ഫിറ്റായി കഴിഞ്ഞു. വാച്ച് അടിച്ചു മാറ്റും. ടിക് ടോക് ടിക്. ഷെടാ, എന്റെ R7. സൂപ്പർ സ്പീഡോ, അവനെ ഫോളോ ചെയ്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വേറെന്തെങ്കിലും വഴി കണ്ടെത്തിയാ മതിയാവുന്ന തോന്നേ. കിക്കോയും സൂപ്പർ സ്പീഡോയും എന്നെ ഫോളോ ചെയ്ത് തളർന്ന് കാണും. ഓക്കെ, ഒരല്പം ഷോക്ക് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തേക്കാം. ഫുട്ബോൾ ആയി കഴിഞ്ഞു. ഫിറ്റ്. വാച്ച് അടിച്ചു മാറ്റി ഞാൻ. ടിക് ടോക് ടിക്. വേഗം ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ട സൂപ്പർ സ്പീഡോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ടവർ നമ്മുടെ മേളിൽ വീഴും. നമുക്ക് 2 പേർക്കും ഷോക്ക് ഏൽക്കും. കീക്കോ, എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് എല്ലാ ഫുട്ബോളുകളുടെ പവറിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പവർഫുൾ ഷോക്ക് ഏറ്റത് കൊണ്ട് എന്റെ ടോട്ടൽ സിസ്റ്റം ഡാമേജ് ആയിരിക്കുകയാണ്. ഐ എം സോറി കീക്കോ. ഇനി നീ തനിച്ച് ഫൈറ്റ് ചെയ്തേ പറ്റൂ. നീ തന്നെ തനിച്ച് ചെന്ന് R7 തിരിച്ചെടുത്ത് കൊണ്ടുവരേണ്ടി വരും. കാരണം എന്റെ മുഴുവൻ സിസ്റ്റവും ഹാങ് ആയി പോയിരിക്കുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല. ഇത്രയും ഫുട്ബോളിൽ ആ ഒറിജിനൽ സോക്കർമാൻ ആരാണ്? അവൻ എന്റെ R7 അടിച്ചു മാറ്റി. കീക്കോ, ഞാൻ എല്ലാ ഫുട്ബോളിന്റെ ഇമേജസും ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 ഫുട്ബോളുകളിൽ 5 ഫുട്ബോളുകൾ, അതിനു മുകളിൽ എക്സിക്കോൺ, അതായത് സൈഡിൽ പാച്ചുകളൊന്നുമില്ല. അതിലൊന്നിൽ മാത്രമേ പെന്റഗോൺ ഉള്ളൂ. വലിയ പാച്ചസ് ഉണ്ടാകും. അങ്ങനെ സെൻസസ് ഉള്ളതാണ് ഒറിജിനൽ സോക്കർമാൻ. താങ്ക് യു വെരി മച്ച് സൂപ്പർ സ്പീഡോ. നീ ആദ്യം നിന്നെ ശ്രദ്ധിക്ക്. ഞാൻ R7 തിരിച്ചു കൊണ്ടുവന്നേക്കാം. ചെക്കൻ ഇങ്ങനെ നമ്മളെ വിടാതെ ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും? വീണ്ടും ഇവനൊരു കറന്റ് ഷോക്ക് കൊടുത്തേ മതിയാവുന്ന തോന്നുന്നേ. ഫുട്ബോൾ ആയി കഴിഞ്ഞു. ഫിറ്റ്. വാച്ച് ഞാൻ അടിച്ചു മാറ്റും. ടിക് ടോക് ടിക്. എന്റെ ഫുട്ബോൾസ് എല്ലാം റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ഒരിക്കലും ഷോക്ക് അടിക്കില്ല. പക്ഷെ നിനക്ക് എന്തായാലും ഷോക്ക് കിട്ടും. കീക്കോ, ഇപ്രാവശ്യം നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇനി പറ്റില്ല. ഞാൻ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ.
അവരുടെ വാച്ചിനെ അടിച്ചു മാറ്റിയതല്ലേ ഫുട്ബോൾ. ഇനി ഒരിക്കലും നിനക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതെ, എന്ന് വെച്ചോ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ് എന്ന്. ഇപ്പൊ സാറ് നിന്റെ കൂടെ ചേർന്ന് ജയിലിൽ ഫുട്ബോൾ കളിക്കുന്നതാണ്. സോക്കർമാന്റെ വീടാദ്യം കണ്ടെത്തി എല്ലാവരുടെ വാച്ചും തിരികെ കൊണ്ടുവന്ന് കൊടുക്കണം. താങ്ക് യു കിക്കോ ഓർ സൂപ്പർ സ്പീഡോ. ഇന്ന് നിങ്ങൾ രണ്ടാളും വീണ്ടും ഒരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഉള്ളതുവരെ സൺസിറ്റിക്ക് ഒരാപത്തും ഉണ്ടാവുകയില്ല. അതെ, ആർക്കും സൺസിറ്റിയെ ടച്ച് ചെയ്യാൻ പറ്റുകയില്ല.